തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിനു പിന്നാലെ തൃശൂർ DCCയിലുണ്ടായ പ്രതിഷേധങ്ങൾ കയ്യാങ്കളി വരെ എത്തിയിട്ടും പോസ്റ്റർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാതെ ഒരു വിഭാഗം. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ തുടർച്ചയായ 4-ാം ദിവസവും MP വിൻസെന്റിനും അനിൽ ലക്കരിക്കുമെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരുടെയും രാജി ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ. തൃശൂരിലെ സംഘടനാ പ്രതിസന്ധി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അനുനയത്തിന് തയ്യാറാകാതെ ഒരു വിഭാഗം പ്രതിഷേധം തുടരുന്നത്. ഇന്നലെ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ DCC സെക്രട്ടറി സജീവൻ കുര്യാച്ചിറ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സജീവന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജോസ് വള്ളൂർ അടക്കം 20 പേർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ഞാനും എൻ്റെ സുഹൃത്ത് DCC ജനറൽ സെക്രട്ടറി ബാബു കല്ലൂരും സുരേഷും കൂടി അവിടെ നിൽക്കുമ്പോൾ ജോസ് വള്ളൂർ കാറിൽ വന്നിറങ്ങി മുകളിൽ കയറി. ഞങ്ങളായിട്ട് സംസാരിച്ചിട്ടാണ് ജോസ് മുകളിലേക്ക് കയറിപ്പോയത്. ഒരു പ്രശ്നമില്ല, വളരെ സൗകര്യം കയറി. എന്നിട്ടാണ് ഈ ആളുകളെ വിളിച്ചു വരുത്തി അവിടെ നിന്ന്. നമ്മളിത് DCC നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ജോസ് വള്ളൂരിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. 38 വർഷമായി നല്ല ബന്ധത്തിൽ പോകുന്ന ആളുകളാണ് ഞങ്ങൾ. ഒരുമിച്ചും ഏതും KSC മുതൽ ഒരുമിച്ചുള്ള ആളുകളാണ്. അന്നമാരുടെ ഒരാൾ ജോസ് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. തൃശൂർ DCCയിലെ പ്രശ്നങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി K. സുധാകരൻ നാളെ നേരിട്ടെത്തി ജില്ലയിലെ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തും. അതുവരെയും സംയമനം പാലിക്കാനാണ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.